ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ള ഒരു അടിപൊളി സ്നാക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, കുറിക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഡിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കടകളിലൊക്കെ പോയിട്ട് വാങ്ങി കഴിക്കുന്ന ഒരു ഐറ്റമാണല്ലോ പോപ്കോൺ. അതിൻ്റെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സൊക്കെ അപ്പോൾ അവൈലബിൾ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കാരമൽ പോപ്കോണാണ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാരമൽ പോപ്കോണിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ കാരമൽ പോപ്കോൺ എങ്ങനെയാണ് ഉണ്ടാക്കുക, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. കാരമൽ പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കുക്കർ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് ഞാൻ ഈ പോപ്കോൺ ആദ്യം റെഡിയാക്കി എടുക്കുന്നത്. കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഓയിൽ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണം ബട്ടർ ഒഴിച്ചാലും മതി. കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് കോൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഡ്രൈ കോണാണ്. ഇത് എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ കുക്കർ ഒന്ന് നമുക്ക് ജസ്റ്റ് മൂടി വെക്കാം. നല്ല ടൈറ്റായിട്ട് മൂടി വെക്കണം എന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് റെഡി ആവാൻ വേണ്ടി വെക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ പോപ്കോൺ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഫ്ലെയിം വെക്കേണ്ടത്. ഇപ്പോൾ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പോപ്കോണൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഈ 5 മിനിറ്റിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കുക്കറൊക്കെ ഷേക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പൊട്ടാതെ കിടക്കുന്ന കോണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊട്ടിക്കോളും. ഇപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പോപ്കോണൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കാരമൽ റെഡിയാക്കി എടുക്കണം. കാരമൽ പോപ്കോണിന് വേണ്ട കാരമൽ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിതാ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഈ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. ഒരു 1/2 കപ്പാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ 1/2 കപ്പ് പഞ്ചസാര നന്നായിട്ട് തന്നെ മെൽറ്റായി കാരമലായിട്ട് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹോം കുക്ക് മലബാർ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് പഞ്ചസാരയൊക്കെ അത് ഏകദേശം മെൽറ്റായി വരുന്നുണ്ട്. ഇനി ഇതൊന്ന് കാരമലായി കിട്ടണം. ഇപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് കാരമലൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇനി ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 1 ടീസ്പൂൺ ബട്ടറാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ബട്ടർ ഒന്ന് ജസ്റ്റ് മെൽറ്റായി വരണം. ബട്ടറും കാരമലും ഒക്കെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടറൊക്കെ അത് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. കാരമലും ബട്ടറൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം. കാരമൽ ഇതേപോലെ കട്ട പിടിക്കുമ്പോൾ നമ്മൾ പേടിക്കൊന്നും വേണ്ട, അതിങ്ങനെ ജസ്റ്റ് മെൽറ്റായി വന്നോളും. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കാരമലും ഈ പാലും ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായി വരണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. നമ്മുടെ കാരമൽ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിമിൽ നിന്ന് എടുത്ത് മാറ്റാം.
ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പോപ്കോൺ ആണ്. അതിലേക്ക് നമ്മൾ ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമൽ സോസ് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ കാരമൽ സോസ് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് തന്നെ കാരമൽ സോസ് ഈ പോപ്കോണിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പോപ്കോണിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. ഈ ഒരു ചൂടൊക്കെ ഒന്ന് ആറാനും വേണ്ടി നമുക്ക് വെക്കാം. അപ്പോഴേ നമ്മുടെ ഈ പോപ്കോണൊക്കെ നല്ല ടേസ്റ്റിൽ നല്ല ക്രിസ്പായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ കാരമൽ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കാരമൽ പോപ്കോൺ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണിത്. സോ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.